ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ്, സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായാലും വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. ഇന്ന് ഞാൻ നാട്ടിലോട്ട് വന്നേക്കണം കേട്ടോ. അപ്പം കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടാവേ. അടുത്ത മാസം ഒരു 17-ാം തീയതി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഇടുക്കിയിലോട്ട് പോകുള്ളത്. നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ചൂടും കൊണ്ട് ഇങ്ങനെ തിളക്കുകയാണ്. അവിടെ ആയാലും ചൂട്, ഇവിടെ ആയാലും ചൂട്. ഇടുക്കിന്ന് പേര് മാത്രമല്ല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഞാനിട്ടുണ്ടല്ലോ നല്ലൊരു പാക്കായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖത്ത് ഇപ്പം മുഖക്കുരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും മുഖം നല്ല നിറം വയ്ക്കാനും ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനൊക്കെ പറ്റിയ മുൾട്ടാണി മിട്ടി ചേർത്തുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പം ഈ പാക്ക് ഇടുന്നത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ മുഖത്താണ്, എൻ്റെ മുഖത്തല്ല കേട്ടോ. ഞാനിത് സൺസ്ക്രീൻ ലോഷനൊക്കെ തേച്ചിട്ടെങ്കിൽ ഇരിക്കുകയാണ്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. അത് എന്തായാലും തേച്ചിരിക്കണം. നമ്മളിപ്പോൾ ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പം നമ്മളൊരു സൺസ്ക്രീൻ ലോഷൻ തേച്ചെങ്കിലാണ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ കൊള്ളുമ്പോൾ വീണ്ടും നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് ടാൻ അടിക്കുകയുള്ളൂ. അപ്പം പെട്ടെന്ന് നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് എന്തായാലും ടാൻ അടിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് സൺസ്ക്രീൻ ലോഷൻ എന്തായാലും തേക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് മുൾട്ടാണി മിട്ടി വെച്ചുള്ള ഒരു അടിപൊളി ഒരു പാക്ക് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിതാ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കുക്കുംബറിൻ്റെ നീരുണ്ടല്ലോ നമ്മുടെ മുഖത്ത് കാണുന്ന ഈ ഒരു കറുപ്പ് നിറം മാറാനും അത് മാത്രമല്ല മുഖക്കുരു മാറാനും ഈ കുക്കുംബർ ജ്യൂസ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു അടിപൊളി ഒരു സാധനമായിട്ട് ഈ കുക്കുംബർ ജ്യൂസ്. അപ്പോൾ നമുക്ക് കുക്കുംബർ ജ്യൂസ് ഞാനിതാ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരാട്ട് എടുത്തേക്കുന്നത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല, മിക്സി ജാറിലൊന്നും ഒരു കറക്കം കറക്കി. അപ്പോഴത്തേക്ക് നമുക്ക് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് മുൾട്ടാണി മിട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് ടാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കിട്ടാൻ സഹായിക്കണം ഒരു അടിപൊളി ഒരു പാക്കാണിത്. മുഖക്കുരുണ്ടെങ്കിലും അത് ഈ ഒരു പാക്ക് നമ്മളെ മാറിക്കിട്ടും കേട്ടോ. പെട്ടെന്നൊരു മൂടൽ വന്നായിരുന്നേ, അതാണ് പെട്ടെന്ന് അങ്ങ് ഇരുട്ട് വന്ന പോലെ ആയത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ തയ്യാറായിട്ടുണ്ട്. കുക്കുംബർ ജ്യൂസും മുൾട്ടാണി മിട്ടിയും ചേർത്തുള്ള ഒരു അടിപൊളി പാക്ക് ഇതാ തയ്യാറായിട്ടുണ്ട്. ഇത് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പാക്ക് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മുഖത്താണ്. അവളുണ്ടല്ലോ ഒരു പാക്കും ഇടാറില്ല. അവൾ സാധാരണ മുൾട്ടാണി മിട്ടി തേക്കും കേട്ടോ. മുൾട്ടാണി മിട്ടി തേക്കുമ്പോൾ തന്നെ മുഖക്കുരുണ്ടെങ്കിൽ അത്യാവശ്യം മാറി കിട്ടുന്നത് അവൾ പറയാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു കൊടുക്കാറുണ്ട്, മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും മാത്രം മതി നമ്മുടെ ഫേസ് തേക്കാനായിട്ട്. അത്യാവശ്യം ടാനുണ്ടെങ്കിൽ മാറി കിട്ടും, പിന്നെ മുഖക്കുരുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശേഷം അവൾ മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും തേക്കും. അതിങ്ങനെ ഞാൻ തേക്കണ പോലെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, എന്നാലും നമ്മളത് മുഖത്തൊക്കെ തേക്കാറുണ്ടല്ലോ. രാവിലെയും അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. രാവിലെ ഒരു ഇച്ചിരി സോപ്പ് അങ്ങ് ഉപയോഗിച്ച് മുഖം കഴുകുക, വൈകുന്നേരം അതേ ഇച്ചിരി സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുക, അത് മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കുള്ള കാര്യങ്ങളൊന്നും മുഖത്ത് ഒരു പാക്ക് ചെയ്യാറില്ല. ഇതിനേക്കാൾ നല്ല നിറമുണ്ടതായിരുന്നു. പിന്നെ അവൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ടാനൊക്കെ അടിച്ചിട്ടായതാണ് കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ലോഷൻ അവൾ എല്ലാ ദിവസമല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം തേക്കാറുള്ളൂ. അത് അധികം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിന് അവളുടെ മുഖത്തൊന്ന് തേച്ചെടുക്കട്ടെ. അപ്പോൾ മുഖത്തങ്ങ് തേച്ചെടുക്കാം കേട്ടോ. കണ്ണിൻ്റെ സൈഡിലും തേച്ച് കൊടുക്കണില്ലേ. തിണ്ണലിരിക്കുന്നുണ്ട്, നല്ല ചൂടാണ് കേട്ടോ. വേർത്ത് ഇങ്ങനെ ഒഴുകുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൂടക്കാറ്റൊക്കെ കിട്ടാറുണ്ട്. ഇത് എന്തടി ഇപ്പം? ഇത് മുൾട്ടാണി മിട്ടിയും കുക്കുംബർ ജ്യൂസും. ഇത് അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മൾ തേച്ചിട്ട് ഒന്ന് നല്ല ഡ്രൈ ആവണ്ട, ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഡ്രൈ ആവും. നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി. മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് ആവി പിടിച്ചിട്ട് ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിലുണ്ടല്ലോ മുഖത്തിപ്പോൾ കുരുക്കളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും. നമ്മൾ ആവി പിടിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തൊന്ന് ആവി ഒന്ന് പിടിച്ചിട്ട് തേക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി കട്ടിയിലങ്ങ് തേച്ചെടുക്കുന്നുണ്ട്, കാരണം ഇവിടെ മുഖത്ത് ഒരു പാക്ക് പോലും അങ്ങനെയൊന്നും തേക്കാറില്ല. ഇടയ്ക്കൊക്കെ ഒരു മുൾട്ടാണി മിട്ടി തേച്ചാൽ അത്രേ ഉള്ളൂ.
ഡ്രൈ ആവും കളയാം. അപ്പോൾ ഇതാ ഇവളിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുൾട്ടാണി വെട്ടി തേക്കുമ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുമല്ലോ. പിന്നെ ഇവിടെ മുഖത്ത് അങ്ങനെ ടാനൊന്നുമല്ല, പക്ഷേ മുഖക്കുരുണ്ട് കേട്ടോ. അപ്പോൾ മുഖക്കുരൊക്കെ കുറയണമെങ്കിൽ ഇത് നമ്മൾ ആഴ്ചയിൽ 2-3 തവണയൊക്കെ തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കുക്കുമർ ജ്യൂസ് ചേർത്തുകൊണ്ട് നമ്മുടെ മുഖം അങ്ങനെ ഡ്രൈനെസ് ആയിട്ട് വരത്തില്ല, നല്ലൊരു ഹൈഡ്രേഷനായിട്ട് മുഖത്തുണ്ടാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ നമുക്ക് നല്ല വീഡിയോസിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ.